ഡിസംബർ 25 രാവിലെ മലേഷ്യക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സിംഗപ്പൂർ ചെക്ക് പോസ്റ്റ് ആണ്, ടുവാസ് ചെക്ക് പോസ്റ്റ്. ഞങ്ങൾക്ക് ഇവിടെ അടുത്താണ്. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ മലേഷ്യൻ ചെക്ക് പോസ്റ്റും വരും കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് മോൻ്റെ റീ എൻട്രി പെർമിറ്റിന്റെ വാലിഡിറ്റി തീർന്നിരിക്കുകയായിരുന്നു. സാധാരണ PR റിന്യൂ ചെയ്യാൻ കൊടുക്കുമ്പോൾ 5 വർഷത്തേക്ക് മാക്സിമം നമുക്ക് കിട്ടാറുണ്ട്. മോൻ സെപ്പറേറ്റാണ് കൊടുത്തിരുന്നത്, അതുകൊണ്ട് അവന് 1 വർഷമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഇവിടെ ചെക്ക് പോസ്റ്റിലെത്തി ഇതറിഞ്ഞപ്പോൾ അവനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പിന്നെയും മലേഷ്യക്ക് യാത്ര തുടർന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് പോയപ്പോൾ പിന്നെ 6 മണിക്ക് കഴിഞ്ഞു. ആദ്യം ഇറങ്ങിയത് 5 മണിക്കാണ് ഇറങ്ങിയത്. അപ്പോഴും പിന്നെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ ഇവിടെ നല്ല തിരക്കായിരിക്കും. നമ്മൾ കുറേ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇവിടെയൊക്കെ ചെക്ക് പോസ്റ്റിൽ. 5 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. പിന്നെ 1 മണിക്കൂർ ചെക്ക് പോസ്റ്റിൽ പോയി. പിന്നെ യാത്ര തുടർന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. KL എത്തണ വരെ ഞാൻ നല്ല ഉറക്കമായിരുന്നു. KL ഒരു 11 മണി കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ മലേഷ്യയിൽ ജെൻഡിങ് പോകാനാണ് പ്ലാൻ ചെയ്തത്. പെട്ടെന്നുള്ള പ്ലാൻ തന്നെയായിരുന്നു ഇതും. KL ഞങ്ങളുടെ നൈബർ ഉണ്ട് നാട്ടിലത്തെ. മലേഷ്യ വരാണെന്ന് ചേട്ടൻ വിളിച്ച് പറഞ്ഞപ്പോൾ ആഷിബ് പറഞ്ഞു KL വായോ, അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ പതുക്കെ ജെൻഡിങ് പോവാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് KL വന്നത് കേട്ടോ. KL ടിൻ ടവർ കണ്ടേക്കണത് 2008 ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നത് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടനും ചേച്ചിയും ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ KL പിന്നെ ജെൻഡിങ്ങിലൊക്കെ തന്നെയാണ് അന്ന് പോയത്. അന്ന് മക്കളൊക്കെ ചെറുതായിരുന്നു. മോൾക്ക് 3 വയസ്സ്, മോന് 8 വയസ്സൊക്കെ ആയിരുന്നു. അങ്ങനെ അന്ന് ടിൻ ടവറിന് മുകളിലൊക്കെ പോയിട്ടുണ്ട്. ഇന്ന് പോയില്ല കേട്ടോ. പിന്നെ അവിടെ ഒരു അണ്ടർ വാട്ടർ വേൾഡ് ഉണ്ട്. അന്ന് ഞാൻ ആദ്യമായിട്ട് മറൈൻ വേൾഡ്, അങ്ങനെ അണ്ടർ വാട്ടർ വേൾഡ് കാണുന്നത്, അത്രയും വലിയ അണ്ടർ വാട്ടർ വേൾഡ് കാണുന്നത് ആദ്യമായിട്ടായിരുന്നു അന്ന്. അങ്ങനെ KLലേക്ക് 16 വർഷത്തിന് ശേഷം വരാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മലേഷ്യയിൽ വേറെ സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. ദസാറു ബീച്ച്, JB, പിന്നെ തിയോമൻ ഐലൻഡ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ വേറെ പോയിട്ടുണ്ട്. എന്നാലും KLലേക്ക് പിന്നെ വരുന്നത് 16 വർഷത്തിന് ശേഷമാണ്. അങ്ങനെ നമ്മൾ മെയിൻ സ്ഥലത്തി ടിൻ ടവറിന് മുന്നിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പാർക്കിംഗ് ആണ് ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ മുൻപിലും കുറേ ആൾക്കാർ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിൻ ടവറിൻ്റെ താഴെയുള്ള പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ കയറുന്നത് ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ കറക്റ്റ് ക്രിസ്മസ് ഡേയിലാണ് ഞങ്ങൾ ചെല്ലണത്. അവിടെ എല്ലാവരുടെയും ക്രിസ്മസിൻ്റെ തീമിലോ കുറേ ഐറ്റംസൊക്കെ കണ്ടു. പെട്രോണാസ് ടവറിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ. ഇതിൽ 4-5 ഫ്ലോറ് ഷോപ്പിംഗ് മാളാണ്. പിന്നെ മുകളിലേക്ക് ഓഫീസുകളൊക്കെയാണ് കേട്ടോ. ഈ മാളിൻ്റെ ഉള്ളിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോപ്പുകൾ തന്നെയായിരിക്കും, നല്ല ബ്രാൻഡഡ് ഷോപ്പുകളായിരിക്കും. സാധാരണ സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യക്ക് വരുമ്പോൾ മലേഷ്യയിൽ നിന്ന് ഷോപ്പ് ചെയ്യാനായിട്ടാണ് എല്ലാവരും താല്പര്യപ്പെടുക. എന്താണെന്ന് വെച്ചാൽ സിംഗപ്പൂർ നല്ല എക്സ്പെൻസീവ് ആണല്ലോ. ഇത്തവണ ആഷിബ് ഞങ്ങളെ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് കൊണ്ടുപോയി. അവിടെ നല്ല ഓഫർ നടക്കുമായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, പിന്നെ കാണിക്കാം കേട്ടോ. ഞങ്ങൾ ഈ മാളിൻ്റെ മിഡിലായിട്ടുള്ളൊരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ താഴെ ക്രിസ്മസ് വില്ലേജ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം ട്വിൻ ടവറിൻ്റെ ഫ്രണ്ട് ഏരിയയും ബാക്ക് ഏരിയയും ഒക്കെ കാണാൻ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഈ ക്രിസ്മസ് വില്ലേജിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ ഒക്കെ എടുത്തത്. ഞങ്ങൾ ആദ്യം പോയത് ബാക്ക് സൈഡിലേക്കാണ്. അവിടെ വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. മലേഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ആദ്യം വരുന്നത് ഈ ട്വിൻ ടവർ തന്നെയാണല്ലേ. അപ്പോൾ അതിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് ഫൗണ്ടൈനൊക്കെ ആയിട്ട്. ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ അങ്ങനെ തന്നെ. ഇത് രാത്രി ഇവിടെ നല്ല ഭംഗിയായിരിക്കും ലൈറ്റൊക്കെ ഇട്ടിട്ട്. 1998 ഈ ട്വിൻ ടവറിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളത്. ദുബായിലെ ബുർജ് ഖലീഫ ഇപ്പോഴത്തെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആവണതിൽ മുന്ന് ഇതായിരുന്നു ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ്. ഇപ്പോഴും ലോകത്തിലെ ഉയരം കൂടിയ ട്വിൻ ടവർ ഇത് തന്നെയാണ്. 88 നിലകളുള്ള ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 452 മീറ്ററാണ്. ഇതിൻ്റെ 42ാമത്തെ ഫ്ലോറിൽ സ്കൈ ബ്രിഡ്ജ് ഉണ്ട്. ഇതിന് മുകളിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. 2008 വന്നപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിക്കൊക്കെ കാണണം. വീഡിയോ ഉണ്ടോയെന്ന് ഓർമ്മയില്ല. ഉണ്ടെങ്കിൽ ഞാൻ കിട്ടിയ ലാസ്റ്റ് അതിൽ ആഡ് ചെയ്യാട്ടോ. നെക്സ്റ്റ് ഞങ്ങൾ ഫ്രണ്ട് വ്യൂ കാണാൻ പോയി. ഇവിടെ നിന്ന് നേരെ കാണുന്ന ആ ബിൽഡിങ് ഇവിടുത്തെ പബ്ലിക് ബാങ്കാണ്.
ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ നമുക്കിവിടെ കാണാം. എല്ലാവരും പിക്കും വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഞങ്ങൾ ഈ ഫ്രണ്ട് ഏരിയയിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇരുന്നു. ആഷിബിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയി. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് വ്യൂവിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. പുറത്തുനിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഇരുന്ന് പിയാനോ വായിക്കണ കണ്ടു. കുറച്ച് നേരം അത് കണ്ടു നിന്നു. പിന്നെ ഉള്ളിലേക്ക് പോയിട്ട് ക്രിസ്മസ് വില്ലേജ് കണ്ടല്ലോ നേരത്തെ, ആ ക്രിസ്മസ് വില്ലേജിലൊന്ന് പോയി എല്ലാവരുടെയും വീഡിയോ എടുത്തു. അവിടെ ഫോട്ടോ ബൂത്ത് ആക്കിയിരിക്കുകയാണ് എല്ലായിടത്തും. അപ്പോൾ എല്ലാവിടെയും നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പാണ്. ഈ വീഡിയോയുടെ ലാസ്റ്റ് 2008 ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അക്വേറിയം പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് ഞാൻ ആഡ് ചെയ്യണുണ്ട് കേട്ടോ. മക്കളൊക്കെ വളരെ ചെറുതായിരുന്നു, ഞങ്ങൾക്കും നല്ല മാറ്റമുണ്ട്. ഞങ്ങൾ തിരിച്ച് കാർ പാർക്കിലേക്ക് പോവാണ്. പോണ വഴിക്ക് കണ്ട എനിക്കിഷ്ടപ്പെട്ട വിഷ്വൽസ് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ടിൻ ടവർ വിസിറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, ബൈ. ടൈറ്റാനിക്കല്ലല്ലോ. നോക്കിയതില്ലേ അല്ലടാ, നമ്മളിങ്ങോട്ട് പോണാന്ന് നിനക്ക് തോന്നണ. അല്ല,